ശബരിമലയിലെ അരവണ നശിപ്പിക്കാൻ ടെൻഡർ ക്ഷണിച്ച ദേവസ്വം ബോർഡ്. ഏലക്കയിൽ കീടനാശിനി സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ഹൈക്കോടതി വിൽപ്പന തടഞ്ഞ 6.5 ലക്ഷത്തിലധികം അരവണയാണ് സന്നിധാനത്തെ ഗോഡൌണിൽ സൂക്ഷിച്ചിരിക്കുന്നത്. 5 കോടിയിലധികം രൂപയുടെ അരവണ ശാസ്ത്രീയമായി നശിപ്പിക്കാനാണ് ഏജൻസികളിൽ നിന്ന് താൽപര്യപത്രം ക്ഷണിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് രാജീവ് ചേരുകയാണ്. രാജീവ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദേവിക, അരവണ നിർമ്മാണത്തിന് ഉപയോഗിച്ച ഏലക്കയിൽ കീടനാശിനി സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്നാണ് വിഷയത്തിൽ നേരത്തെ ഹൈക്കോടതി ഇടപെട്ടിരുന്നത്. അരവണ നശിപ്പിക്കണമെന്ന് ഹൈക്കോടതി ദേവസ്വം ബോർഡിനോട് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഡൽഹിയിലെ ദേശീയ ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി നടത്തിയ പരിശോധനയിൽ കീടനാശിനിയുടെ അംശം കണ്ടെത്തിയിരുന്നില്ല. പക്ഷേ അരവണയുടെ കാലാവധി ഈ സമയം കൊണ്ട് കഴിഞ്ഞിരുന്നു. 9 മാസത്തോളമാണ് ഈ പരിശോധനാ നടപടികൾ നീണ്ടത്. അതുകൊണ്ട് തന്നെ ഇത് നശിപ്പിക്കണമെന്ന് സുപ്രീം കോടതി സർക്കാരിന് നിർദ്ദേശം നൽകി. ഇതിനെ തുടർന്നാണ് 5 കോടിയിലധികം വില വരുന്ന അരവണ നശിപ്പിക്കാനായി ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. ശാസ്ത്രീയമായി അരവണ നശിപ്പിക്കാൻ കഴിയുന്ന ഏജൻസികളിൽ നിന്നും ദേവസ്വം ബോർഡ് താൽപര്യപത്രം ക്ഷണിച്ചിട്ടുണ്ട്. വന്യമൃഗങ്ങളെ ബാധിക്കാത്ത രീതിയിൽ പമ്പയ്ക്ക് പുറത്തെത്തിച്ച് നശിപ്പിക്കണമെന്നാണ് ആവശ്യം. മറ്റൊരു പ്രധാന നിബന്ധന മുന്നോട്ട് വച്ചിരിക്കുന്നത്, അരവണ ടിന്നുകളിൽ അയ്യപ്പന്റെ ചിത്രമുള്ളതിനാൽ വിശ്വാസങ്ങൾക്ക് കോട്ടമുണ്ടാക്കാത്ത രീതിയിൽ വേണം ഇവ നശിപ്പിക്കാൻ. ഈ മാസം 21 വരെയാണ് ടെൻഡർ കാലാവധി. ടെൻഡർ ലഭിച്ചാൽ പരമാവധി 45 ദിവസത്തിനകം അരവണ നശിപ്പിക്കണമെന്നും നിബന്ധനയുണ്ട്. നേരത്തെ ആദ്യഘട്ടം നടത്തിയ പരിശോധനയിൽ കീടനാശിനിയുടെ അംശം കണ്ടെത്തിയിരുന്നില്ല. പിന്നീടാണ് ഹൈക്കോടതി ഇടപെടൽ ഉണ്ടാവുകയും ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പരിശോധന നടത്തിയപ്പോൾ കീടനാശിനിയുടെ അംശം കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ദേവസ്വം ബോർഡ് വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. അപ്പോഴാണ് ദേശീയ ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി വീണ്ടും ഇതിൽ പരിശോധന നടത്തിയത്. ആ ഘട്ടത്തിൽ കീടനാശിനിയുടെ അംശം കണ്ടെത്തിയില്ല. ഭക്ഷ്യയോഗ്യമാണ് അരവണയെന്നായിരുന്നു അന്ന് ദേശീയ ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത്. പക്ഷേ ഈ നടപടികൾ നീണ്ടത് ഏകദേശം 9 മാസത്തിന് മുകളിലാണ്. ഈ സമയം അത്രയും സന്നിധാനത്ത് ഗോഡൌണിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു അരവണ. അതുകൊണ്ട് തന്നെ ഈ അരവണ കേടുവരാനുള്ള സാധ്യതയുള്ളതിനാൽ ഇനി അത് ഭക്ഷ്യയോഗ്യമല്ലാതെ ഭക്തർക്ക് വിതരണം ചെയ്യരുതെന്ന് സുപ്രീം കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. ഇതിനുകൂടി അടിസ്ഥാനത്തിലാണ് ഏതായാലും ദേവസ്വം ബോർഡ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ശാസ്ത്രീയമായി അരവണ നശിപ്പിക്കാൻ കഴിയുന്ന ഏജൻസികളിൽ നിന്നാണ് നിലവിൽ ദേവസ്വം ബോർഡ് താൽപര്യപത്രം ക്ഷണിച്ചിരിക്കുന്നത്. ഇതിന് കാരണം നിലവിൽ ഇപ്പോൾ സന്നിധാനത്തെ ഗോഡൌണിലാണ് അരവണ സൂക്ഷിച്ചിരിക്കുന്നത്. അവിടെ വെച്ച് ഇത് നശിപ്പിക്കാൻ കഴിയില്ല. അത് വന്യമൃഗങ്ങളെ ഉൾപ്പെടെ സാരമായി ബാധിക്കുമെന്ന് നേരത്തെ വനം വകുപ്പ് ചൂണ്ടിക്കാണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് പമ്പയിലേക്ക് എത്തിച്ച് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് കൊണ്ടുപോയി സുരക്ഷിതമായി നശിപ്പിക്കണമെന്ന നിർദ്ദേശമാണ് ദേവസ്വം ബോർഡ് മുന്നിൽ ഉള്ളത്. മാത്രമല്ല വനം വകുപ്പും ഇക്കാര്യത്തിൽ ചില നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ശാസ്ത്രീയമായി ഇത് നശിപ്പിക്കാൻ കഴിയുന്ന ഏജൻസികളുടെ ടെൻഡർ ക്ഷണിച്ചിരിക്കുന്നത്. ദേവിക.